Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിൻ്റെ 5th ചാപ്റ്റർ, അതായത് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ന്യൂമറിക്കൽസ്, അതുപോലെ തന്നെ എല്ലാ പോയിൻറ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന വീഡിയോയുടെ പാർട്ട് 3 ആണ്. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 and 2 കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. The first question is explain the recoil of gun using law of conservation of linear momentum. അതായത് law of conservation of linear momentum ഉപയോഗിച്ചുകൊണ്ട് റീകോയിൽ ഓഫ് ഗൺ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അറിയാം അല്ലേ? അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ബൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആസ് ദ സിസ്റ്റം ഈസ് ഐസൊലേറ്റഡ് ദ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ മൊമെൻറ്റം എന്തായിരിക്കണം? ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ്. അപ്പോൾ നമ്മൾ ഒരു ഗണ്ണ് യൂസ് ചെയ്തുകൊണ്ട് ഫയർ ചെയ്യുന്ന സമയത്ത് ഫയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പും അതുപോലെ തന്നെ ഫയർ ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന മൊമെൻറ്റം എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനീഷ്യൽ മൊമെൻറ്റം ഷുഡ് ബി ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ ഒബ്ജക്ട്സ് ഉണ്ടാവുന്നുണ്ട്? ഗണ്ണ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബുള്ളറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം അവിടെ എങ്ങനെയായിരിക്കും? കാരണം ഗണ്ണ് ഫയർ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. ഗണ്ണ് മൂവ് ചെയ്യുന്നില്ല, ബുള്ളറ്റ് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അത് രണ്ടും റെസ്റ്റിലായതുകൊണ്ട് അവിടുത്തെ മൊമെൻറ്റം എന്തായിരിക്കും? 0 ആണ് അല്ലേ? അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ടോട്ടൽ മൊമെൻറ്റം ഓഫ് ഗൺ പ്ലസ് ബുള്ളറ്റാണ്, അത് 0 ആണ്. ഇനി ഫൈനൽ മൊമെൻറ്റവും അപ്പോൾ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി അവിടെ മൂവ്മെൻ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് വെലോസിറ്റി ഇല്ല. സോ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ p/m/v ആണല്ലോ. അപ്പോൾ ആ ടേംസ് എല്ലാം 0 ആയിപ്പോയി. മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് അവിടെ മൊമെൻറ്റം 0 ആണ്. ഇനി ഇതേ കേസ് നമുക്ക് എന്ത് ചെയ്യണം? ഫൈനൽ മൊമെൻറ്റ്, അതായത് ആഫ്റ്റർ ഫയറിങ്ങും അപ്പോൾ എങ്ങനെ തന്നെ ആയിരിക്കണം? ഫൈനൽ മൊമെൻറ്റം ഓഫ് ഗൺ പ്ലസ് ബുള്ളറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ PB എന്ന് പറയുന്നത് മൊമെൻറ്റം ഓഫ് ദ ബുള്ളറ്റാണ്. അതേപോലെ തന്നെ PG എന്ന് പറയുന്നത് മൊമെൻറ്റം ഓഫ് ഗണ്ണാണ് ആഫ്റ്റർ ഫയറിങ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം? PB പ്ലസ് PG ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ? അതായത് PB പ്ലസ് PG എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻറ്റം ഓഫ് ബുള്ളറ്റ് പ്ലസ് മൊമെൻറ്റം ഓഫ് ഗൺ, ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? PB എന്ന് പറയുന്നത്, അതായത് മൊമെൻറ്റം ഓഫ് ബുള്ളറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? മൊമെൻറ്റം ഓഫ് ദി ഗണ്ണ്. അവിടെ നെഗറ്റീവ് സൈൻ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അതായത് എന്താണ്? ആ ഗണ്ണ് റീകോയിൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ വരുന്നത്, ദാറ്റ് ടു കൺസേർവ് മൊമെൻറ്റം. അപ്പോൾ അതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ നമ്മൾ റീകോയിൽ ഓഫ് ഗണ്ണിനെ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ. ക്ലിയർ ആയല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ റീകോയിൽ വെലോസിറ്റി ആൻഡ് മസിൽ വെലോസിറ്റി. എന്താണ്? റീകോയിൽ വെലോസിറ്റിക്കും മസിൽ വെലോസിറ്റിക്കുമുള്ള എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളൊരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് അവിടെ ആ ബുള്ളറ്റിനൊരു വെലോസിറ്റി ഉണ്ട് അല്ലേ? അതിനൊരു മാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു മൊമെൻറ്റം ഉണ്ടാവുന്നുണ്ട്. ഇനി ആ മൊമെൻറ്റം ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം എന്ത് ചെയ്യും? അത് അങ്ങോട്ടൊരു മൊമെൻറ്റം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഇമ്പാർട്ട്സ് ആൻ ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് മൊമെൻറ്റം ടു ദ ഗൺ അല്ലേ? അപ്പോൾ അത് ഗണ്ണിലേക്ക് എന്ത് ചെയ്യും? ഈക്വലും ബട്ട് ഓപ്പോസിറ്റുമായിട്ടുള്ളൊരു മൊമെൻറ്റം എന്ത് ചെയ്യും? ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ മൊമെൻറ്റം കാരണം എന്ത് ചെയ്യും? ആ ഗണ്ണ് ഒന്ന് ബാക്കിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, മൂവ്സ് ബാക്ക്വേർഡ് വിത്ത് എ സ്മോൾ വെലോസിറ്റി. വളരെ ചെറിയ വെലോസിറ്റിയോട് കൂടിയിട്ട് ആ ഗണ്ണ് പുറകിലോട്ട് മൂവ് ചെയ്യും. ആ വെലോസിറ്റീനെ പറയുന്നതാണ് റീകോയിൽ വെലോസിറ്റി. അപ്പോൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അവിടെ ഒരു വെലോസിറ്റിയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഗണ്ണ് ഫയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ബുള്ളറ്റ് തെറിച്ചു പോകുന്ന സമയത്ത് ആ ബുള്ളറ്റ് തിരിച്ച് ഗണ്ണിലേക്ക് കൊടുക്കുന്ന ഒരു മൊമെൻറ്റം കാരണം എന്ത് ചെയ്യും? ആ ഗണ്ണ് കുറച്ച് ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ചെറിയൊരു വെലോസിറ്റി ഉണ്ടാവുന്നുണ്ട്. ആ വെലോസിറ്റിയെ പറയുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി. അപ്പോൾ സംഭവം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരമാണ് അത് സംഭവിക്കുന്നത് അല്ലേ? സോ അക്കോർഡിംഗ് ടു ന്യൂട്ടൻസ് 3rd ലോ, the bullet imparts an equal but opposite momentum to the gun and it moves backward with a small velocity. It is called recoil velocity. Okay, ഇനി എന്താണ് അപ്പോൾ മസിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ?
മസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ലാർജ് വെലോസിറ്റിയാണ് വിത്ത് വിച്ച് ദ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. അതായത് ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു വലിയൊരു വെലോസിറ്റിയാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ആ ലാർജ് വെലോസിറ്റീനെ നമ്മൾ പറയുന്നതാണ് മസിൽ വെലോസിറ്റി. അപ്പോൾ റീകോയിൽ വെലോസിറ്റി പറഞ്ഞാൽ വളരെ ചെറിയൊരു വെലോസിറ്റിയാണ്. ഗണ്ണ് ബാക്കിലോട്ട് നീങ്ങുന്ന ആ ചെറിയ വെലോസിറ്റിക്ക് പറയുന്നതാണ് റീകോയിൽ വെലോസിറ്റി. എന്നാൽ മസിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലാർജ് വെലോസിറ്റി വിത്ത് വിച്ച് എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇക്വേഷൻസ് കാണാൻ പറ്റുക നോക്കാം. അപ്പോൾ മൊമെൻറ്റം ഓഫ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആഫ്റ്റർ ഫയറിംഗ് ആണ് എന്തുണ്ടാവുന്നത്? ബുള്ളറ്റിന് മൊമെൻ്റ് ഉണ്ടാവുന്നത്. കാരണം അപ്പോഴാണ് അവിടെ വെലോസിറ്റി ഉണ്ടാവുന്നുള്ളൂ. അപ്പം മാസ് ഓഫ് ദ ബുള്ളറ്റ് സ്മോൾ എമ്മും അതേപോലെ തന്നെ വെലോസിറ്റി സ്മോൾ വിയും ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മൊമെൻറ്റം ഓഫ് ദ ബുള്ളറ്റ് ആഫ്റ്റർ ഫയറിങ്ങിന് എങ്ങനെ എഴുതാം? പി ബി എന്ന് എഴുതാം. മൊമെൻറ്റം ഓഫ് ദ ബുള്ളറ്റിന് പി ബി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ എം ഇൻറ്റു സ്മോൾ ലെറ്റർ വി എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ റീകോയിൽ മൊമെൻറ്റം ഓഫ് ദ ഗണ്ണ് ആഫ്റ്റർ ഫയറിങ്ങിനെ എങ്ങനെ എഴുതാം? പി ബി എന്ന് എഴുതാം. പി ജി എന്ന് എഴുതാം. ഗണ്ണിൻ്റെ മൊമെൻ്റ് ആയതുകൊണ്ട് പി ജി എന്ന് എഴുതാം. അത് ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി ആണ്. അവിടെ മാസ്, അതായത് ഗണ്ണിൻ്റെ മാസ് ക്യാപിറ്റൽ എമ്മും വി എന്ന് പറയുന്നത് വെലോസിറ്റിയുമാണ്. ഇനി നമ്മൾ പറഞ്ഞു ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ പ്രകാരം എന്തായിരിക്കും? പി ബി എന്ന് പറയുന്നത് മൈനസ് പി ജിക്ക് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് എഴുതാം? പി ബിക്ക് പകരം എം വി എന്ന് എഴുതാം. ദെൻ പി ജിക്ക് പകരം മൈനസ് ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി എന്ന് എഴുതാം. അതിൽ നിന്ന് റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ വെലോസിറ്റി അല്ലേ. സോ ദാറ്റ് വി വിൽ ബി ഈക്വൽ ടു മൈനസ് എം വി ബൈ ക്യാപിറ്റൽ എം എന്ന് എഴുതാം. അതുപോലെ തന്നെ മസിൽ വെലോസിറ്റി എന്തായിരിക്കും? അതേ ഇക്വേഷനിൽ നിന്ന് തന്നെ കാണാമല്ലോ. അപ്പോൾ രണ്ട് വെലോസിറ്റീസിനുമുള്ള ഇക്വേഷൻ അതിൽ നിന്ന് തന്നെ കാണാം അല്ലേ. റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ സ്മോൾ വി വിൽ ബി ഈക്വൽ ടു മൈനസ് എം വി ഡിവൈഡഡ് ബൈ സ്മോൾ എം ആണ്. ഇനി എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യാം. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ദ ഗണ്ണാണ്. ക്യാപിറ്റൽ വി റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ആണ്. ദെൻ സ്മോൾ എം മാസ് ഓഫ് ദ ബുള്ളറ്റ്, സ്മോൾ വി മസിൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. Next question is, a shell of mass 0.020 kilogram is fired by a gun of mass 100 kilogram. If the muzzle speed of the shell is 80 meter per second, what is the recoil speed of the gun? So what are the given quantities here? ഇവിടെ മാസ് ഓഫ് ദ ഷെല്ല് തന്നിട്ടുണ്ട് 0.020 കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ മാസ് ഓഫ് ഗണ്ണ് 100 കിലോഗ്രാം ആണ്. മസിൽ സ്പീഡ് ഓഫ് ഷെല്ല് തന്നിട്ടുണ്ട് 80 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാണാനുള്ളത് എന്താണ്? റീകോയിൽ സ്പീഡ് ഓഫ് ഗണ്ണാണ്. അതായത് റീകോയിൽ വെലോസിറ്റി നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ് അല്ലേ. വി ഈസ് ഈക്വൽ ടു എം വി ബൈ ക്യാപിറ്റൽ എം ആണ്. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്മോൾ എം എന്ന് പറയുന്നത് 0.020 ആണ്. വി 80 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം 100 ആണ്. സോ ദ ആൻസർ ഈസ് 0.016 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ ദ കൊളീഷൻ ഓഫ് ടു ബോഡീസ് യൂസിങ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അതായത് കൊളീഷൻ ഓഫ് ടു ബോഡീസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ. നമ്മളിവിടെ ചെയ്യുന്നത് ആദ്യം രണ്ട് ബോഡീസ്, അതായത് എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് ബോഡീസാണ്. അവയുടെ ഇനീഷ്യൽ മൊമെൻറ്റ പി എ പി ബി എന്നാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ആഫ്റ്റർ കൊളീഷൻ എന്തായിരിക്കും? അവയുടെ മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉണ്ടാവും. സോ അതായത് മാസിൽ ചേഞ്ച് വരില്ല, പക്ഷേ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയുടെ പുതിയ മൊമെൻറ്റ് എങ്ങനെയായിരിക്കും? അതായത് പി എ പി ബി എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ മൊമെൻ്റ് എങ്കിൽ ഫൈനൽ മൊമെൻ്റ് എന്തായി മാറും? പി എ ഡാഷ് ആൻഡ് പി ബി ഡാഷ് ആയിട്ട് മാറും. ഇനി അടുത്ത കേസിൽ നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം ഇമ്പൾസ് എങ്ങനെ കാണാം? ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് എ ഡ്യൂ ടു ദ കൊളീഷൻ വിത്ത് ബി ആണ്. അതായത് ബിയുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് എയിലുണ്ടാവുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിനെ നമുക്ക് എഫ് എ ബി എന്ന് എഴുതാം. സോ എഫ് എ ബി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ഈക്വലാണ്. അതായത് പി എ ഡാഷ് മൈനസ് പി എക്ക് ഈക്വലാണ്. കാരണം ഇവിടെ മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാവുന്ന ഏതിലാണ്? എയിലാണ്. എഫ് എ ബിയിൽ മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാവുന്നത് എയിലായതുകൊണ്ടാണ് പി എ
പി എ ഡാഷ് മൈനസ് പി എ എന്ന് എഴുതിയത്. ഓക്കെ, അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, അതിൽ നിന്ന് എഫ് എ ബി എന്ന് എഴുതാം അല്ലേ. എഫ് എ ബിയുടെ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി എഫ് ബി എ അപ്പോൾ എന്തായിരിക്കും, എഫ് ബി എ എന്ന് പറയുന്നത് ഏതിനാണ് ചേഞ്ച് ഉണ്ടാവുന്നത്, ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ബി ആണ് ഡ്യൂ ടു കൊളീഷൻ വിത്ത് എ. അപ്പോൾ അതിന് നമ്മൾ എഫ് ബി എ എന്ന് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, എഫ് ബി എ ഇൻറ്റു ഡെൽറ്റ ടി ദാറ്റ് വിൽ ബി ഈക്വൽ ടു പി ബി ഡാഷ് മൈനസ് പി ബി. അപ്പോൾ അങ്ങനെ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്താ പറയുന്നത്, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അതൊന്നും എഴുതേണ്ട കാര്യമില്ല. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അതായത് എഫ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ ആയിരിക്കും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എഫ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ എന്ന് എഴുതി കഴിഞ്ഞാൽ എഫ് എ ബിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, യെസ്, പി എ ഡാഷ് മൈനസ് പി എ ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് പി ബി ഡാഷ് മൈനസ് പി ബി എന്ന് എഴുതാം. കാരണം ഡെൽറ്റ ടി വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ഓക്കെ, അതായത് എഫ് എ ബി നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, പി എ ഡാഷ് മൈനസ് പി എ ബൈ ഡെൽറ്റ ടി ആണ്. അതേപോലെ എഫ് ബി എ എന്ന് പറയുന്നത് പി ബി ഡാഷ് മൈനസ് പി ബി ബൈ ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ റിമൈനിങ് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, പി എ ഡാഷ് മൈനസ് പി എ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് പി ബി ഡാഷ് മൈനസ് പി ബി എന്നാണ് കിട്ടുന്നത്. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ. അതായത് ഫൈനൽ മൊമെൻറ്റത്തിന് ഒരുമിച്ച് എഴുതാം, ഇനീഷ്യൽ മൊമെൻറ്റത്തിന് ആർ എച്ച് എസിൽ എഴുതാം. അപ്പോൾ ഫൈനൽ മൊമെൻറ്റ് എന്തൊക്കെയാണ് വരുന്നത്, പി എ ഡാഷ് പ്ലസ് പി ബി ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി എന്ന് കിട്ടി. അതെന്താണ് പി എ ഡാഷ് പ്ലസ് പി ബി ഡാഷ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഫൈനൽ മൊമെൻ്റ് ആണ്. അതേപോലെ തന്നെ പി എ പ്ലസ് ബി പി എന്ന് പറയുന്നത് എന്താണ്, ഇനീഷ്യൽ മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റത്തിന് ഈക്വലാണ്. അത് തന്നെയല്ലേ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം ഓഫ് ദ ഐസൊലേറ്റഡ് സിസ്റ്റം ഈക്വൽസ് ഇറ്റ്സ് ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം. സോ ദാറ്റ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, അതായത് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നുള്ളതാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക, ഇമ്പൾസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തത് എന്താണ്, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, അതായത് ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം എന്നുള്ളതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം വെൻ 2 ഫോഴ്സസ് F1 ആൻഡ് F2 ആക്ട് ഓൺ എ പാർട്ടിക്കിൾ. അതായത് 2 ഫോഴ്സസ് F1ഉം F2ഉം ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ഫോഴ്സസ് F1 F2 ആണെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ എന്തായിരിക്കും, ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ F1 പ്ലസ് F2 വിൽ ബി 0 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ F1 എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം, ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു മൈനസ് F2 ആയിരിക്കണം. അതായത് 2 ഫോഴ്സസ് ഓൺ ദ പാർട്ടിക്കിൾ മസ്റ്റ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. 2 ഫോഴ്സസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ അവ എന്തിലായിരിക്കും, ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം വെൻ 3 ഫോഴ്സസ് F1 F2 ആൻഡ് F3 ആക്ട് ഓൺ എ പാർട്ടിക്കിൾ. അതായത് 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇക്വിലിബ്രിയത്തിലാവാനുള്ള കണ്ടീഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ഫോഴ്സസ് എന്ന് പറയുന്നത് F1 F2 F3 ആണെങ്കിൽ F1 പ്ലസ് F2 പ്ലസ് F3 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, യെസ്, ദാറ്റ് ഷുഡ് ബി 0. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഡയഗ്രത്തിൽ കാണാൻ കഴിയും F1 F2 എന്ന് പറയുന്നത് എന്താണ്, ദർ ആർ 2 സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആണ്. ഓക്കെ, നമ്മൾ പാരലോഗ്രാം ലോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തേർഡ് സൈഡ് എന്ന് പറയുന്നത്, അതായത് ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം വിൽ ഗീവ് ദ റിസൾട്ടൻറ്റ് അല്ലേ. അപ്പോൾ F1 പ്ലസ് F2 ആയിരിക്കും അതിൻ്റെ ഡയഗണൽ. അപ്പോൾ ടോട്ടൽ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, F1 പ്ലസ് F2 എടുത്താൽ മതി. അതുപോലെ തന്നെ F3 എന്ന് പറയുന്ന മറ്റൊരു സൈഡ് ഉണ്ട്. സോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ എങ്ങനെ എഴുതാം, F1 പ്ലസ് F2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം, ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു മൈനസ് F3. അപ്പോൾ ആ ഒരു കേസിൽ എന്തായിരിക്കും, അവ ഇക്വിലിബ്രിയത്തിലായിരിക്കും. So hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.